അല്ല LDFന് ഇനിയിപ്പോൾ വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് യുവ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ പറയാം. കാരണം അധികാരത്തിൽ വരില്ലല്ലോ, അധികാരത്തിൽ വരില്ല അവർ. അപ്പോൾ അധികാരത്തിൽ വരാത്ത സാഹചര്യത്തിൽ വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ചോ യുവ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാമല്ലോ അവർക്ക്. അവർ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ നിർത്തിയിട്ടല്ലേ മത്സരിച്ചത് അല്ലേ? 10,000 ബോർഡ് പിണറായി വിജയൻ്റെ പടം വെച്ചിട്ടല്ലേ അവർ മത്സരിച്ചത് അല്ലേ? പിണറായി 3 എന്നല്ലേ അവർ പറഞ്ഞത്. അവരുടെ ക്യാമ്പയിനിൽ എല്ലാത്തിലും മൂന്നാം പിണറായി ഭരണം എന്നല്ലേ പറഞ്ഞത്. അപ്പം ഇപ്പോൾ വനിതാ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയണത് ഭരണം ഒരു കാരണവശാലും വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ. അല്ല, അത് ഞങ്ങൾക്ക് നല്ല അനുകൂലമായി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആളുകളൊക്കെ പെട്ടെന്ന് ഇതായി. കാരണം ഞങ്ങൾക്ക് വളരെ കുറച്ചേ ഉണ്ടായുള്ളൂ ബോർഡുകളൊക്കെ, സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഡൗൺ ആയി. അങ്ങനെയല്ല ഇലക്ഷൻ കാലത്ത് പ്രവർത്തകർ. അപ്പോൾ ഞാൻ പറഞ്ഞു സമാധാനിച്ചോ, അത് നമുക്ക് അനുകൂലമായി മാറുമെന്ന്. അമിതമായ പ്രചരണം അത് സർക്കാരിൻ്റെ കാശ് കൊണ്ടാണ് നടത്തിയതെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് മുഴുവനുണ്ട്. സർക്കാരിൻ്റെ പണമാണ് ഉപയോഗിച്ചത്. 6 മാസമില്ല തുടങ്ങിയത്. ഏതെങ്കിലും ഒരു സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ സർക്കാർ പണം എടുത്തിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പേ തുടങ്ങിയ വർക്കാണ്, കോടികളാണ്. ഞാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഞാനൊരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തു തരാം. ഫിനാൻസിൽ നിന്ന് ഓരോന്നോരോന്ന് പാസ്സാക്കി പോകുന്നത്. സോഷ്യൽ മീഡിയ ക്യാമ്പയിന് വരെ 15 കോടി കൊടുത്തേക്കുവാണ്. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. ഗവൺമെന്റ് എവിടെയാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നത്? ഗവൺമെന്റിന് വേണ്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്താൻ വെച്ചിരിക്കുന്ന ആളുകൾ മുഴുവൻ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അവിടെ വർക്ക് നടത്തുന്നത്. എന്നിട്ട് സർക്കാരിൽ നിന്ന് ബില്ല് കൊടുത്തേക്കാണ് 15 കോടി രൂപ. അത് നമ്മുടെ പൈസയാണ്, നമ്മുടെ നികുതി പണമാണ്. ഇതുപോലെ മെഷീനറി മിസ്യൂസ് ചെയ്ത ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മറ്റ് സ്റ്റേറ്റിലൊക്കെ കാണുമല്ലോ, കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലാതെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിൽ നിന്ന് ബാലറ്റ് പേപ്പർ സമയത്ത് അവൈലബിൾ ആക്കാത്തതിന്റെ ഗുരുതരമായ തെറ്റുണ്ട്. ഞാനത് ഇലക്ഷൻ കമ്മീഷൻ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രൽ ഓഫീസറായിട്ട് നേരിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് കത്തും കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇത് കൃത്യമായിട്ട് പോസ്റ്റലോട്ട് കിട്ടി കറക്റ്റായിട്ട് ഇലക്ഷൻ മുമ്പ് ഇത് ചെയ്യുന്ന ഇത് ഫെസിലിറ്റേഷൻ സെന്ററിൽ ചെന്ന് ഇപ്പോൾ പറവൂരിൽ നിന്നുള്ള ഒരു അധ്യാപിക, അവർക്ക് പോളിംഗ് ഡ്യൂട്ടി വൈപ്പിനിലാണ്. വൈപ്പിനിലെ ഫെസിലിറ്റേഷൻ സെന്റർ ഫോർട്ട് കൊച്ചിയിലാണ്. അവർ പറവൂരിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ 3 പ്രാവശ്യം പോയി. 3 പ്രാവശ്യം അവിടെ ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്നില്ല. ഒന്നിനും എത്തിയിട്ടില്ല. എത്ര പേര് പോവും അങ്ങനെ ബാലറ്റ് അന്വേഷിച്ചിട്ട്? അപ്പം അതൊരു തെരഞ്ഞെടുപ്പ് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്യാമ്പയിൻ നടത്തിയിട്ട് കാര്യമില്ല. സിനിമാ താരങ്ങളെ കൊണ്ടൊന്നും മറ്റു തണ്ണൊന്നും എല്ലാവരും, അതൊക്കെ നല്ലതാണ്. പക്ഷേ അതേ അവസരത്തിൽ അവർ ഈ പോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരവസരം കൺഫ്യൂഷൻ ഉണ്ടാക്കി ഉറപ്പായിട്ട്. ഇനിയിപ്പോൾ നോക്കട്ടെ എത്ര ശതമാനം പേര് വോട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്തോ. വലിയ ബുദ്ധിമുട്ടാണ്. അവരൊക്കെ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ധാരാളമായിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ നിയോജനത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടാണ് പലർക്കും ഉള്ള ഇത് കിട്ടിയത്. വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു സാധ്യതയും കാണുന്നില്ല. ആദ്യത്തെ എൻ്റെ ഒരു അസസ്മെന്റ്. ഇനി വരട്ടെ, പിന്നല്ലേ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ഇന്ന് നാളെ ആയിട്ടല്ലേ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറയാം. ഇതുവരെയല്ല നമ്മുടെ ഒരു അസസ്മെന്റിൽ അങ്ങനെ ഒരു സാധ്യത കുറവാണ്. എവിടെയാണ്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആണോ? ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവിടെ അങ്ങനെ കള്ളവോട്ട് നടക്കാൻ സാധ്യതയുള്ള സ്ഥലമല്ല. കാരണം സാധാരണ എല്ലായിടത്തും കള്ളവോട്ട് നടക്കുന്ന CPM അല്ലേ. പറവൂരിലൊന്നും അങ്ങനെ കള്ളവോട്ട് നടത്താൻ അവിടെയൊക്കെ ഇരിക്കുന്ന നമ്മുടെ ബൂത്തിലെ ഏജന്റിനൊക്കെ ആര് വന്നാലും തിരിച്ചറിയാവുന്ന ഏജന്റുമാരാണ്. സാധാരണ CPM ആണ് കള്ളവോട്ട് നടത്തുന്നത്. പറവൂരൊന്നും അങ്ങനെ CPM-നെ കള്ളവോട്ട് നടത്താൻ സാധിക്കും. കോൺഗ്രസ് ഉള്ള വോട്ട് കൊണ്ടേക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുക. ആരെവിടെ? ഞങ്ങളവിടെ വലിയ മാർജിനിൽ ജയിക്കും. കുന്നത്തനാട് ഞങ്ങൾ LDFൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കും. വലിയ മാർജിൻ. ഞാനാ പറഞ്ഞത്, നിങ്ങൾ എഴുതി വെച്ചു. വലിയ മാർജിനിൽ നിന്ന് പിടിച്ചെടുക്കും. അവർ BJPയുടെ പുറകെ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന 75% വർക്കേഴ്സ്, കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു അവരുടെ കൂടെ, അനുഭാവികൾ ഉണ്ടായിരുന്നു അവരുടെ കൂടെ പോയത്. അതൊക്കെ തിരിച്ചു വന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. അവരുടെ പരിതാപകരമായ 3-ാം സ്ഥാനത്തായിരിക്കും അവർ 2020 അവിടെ. പരിതാപകരമായ 3-ാം സ്ഥാനത്ത്. കുറേ വ്യത്യാസം ഉണ്ടാവും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അത് വേണ്ട, അത് വരട്ടെ, നമുക്ക് പറയാം. ഞാനിത് പറഞ്ഞതാണ്, ബാക്കി പറയാം. നമുക്ക് എല്ലായിടത്തു നിന്നുള്ള മുഴുവൻ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് വരട്ടെ. അല്ല
അത് CPM-ന്റെ മറ്റേ ഇത് നടത്തുന്ന ആളുകളുടെ ഇടയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇത് ചർച്ച ചെയ്തിട്ടില്ല. അത് ചർച്ചയാക്കാൻ വേണ്ടി ശ്രമിച്ചു. കാരണം ഒന്നുമില്ല, പ്രതിരോധിക്കാൻ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയത് പ്രതിരോധിക്കാൻ വിഷയമില്ലാതെ ശബരിമല തട്ടിപ്പും വലിയ കൊള്ള നിൽക്കുകയല്ലേ. ശബരിമലയിലെ കൊള്ളയും മറ്റേ രക്തസാക്ഷി ഫണ്ടും ഇങ്ങനെ നിൽക്കുകയല്ലേ. അതിനായുള്ള വിഷയമുള്ളത്. മറ്റേതിലൊന്നും ഒരു രൂപയുടെ പോലും ക്രമക്കേടില്ലാന്ന് ബാങ്കിന്റെ അക്കൗണ്ട് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ക്ലിയർ ആയത്. എല്ലാ ദിവസവും പുള്ളിയോട് ചോദിക്കാൻ പറഞ്ഞേക്ക് എന്നോട് വന്നിട്ട് 25 പ്രാവശ്യം ഇത് വന്നിട്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള മറുപടി എൻ്റെ നിന്ന് കിട്ടില്ലല്ലോ. കൈരളിയിൽ ലീഡ് കൊടുക്കാനുള്ള മറുപടി എൻ്റെ നിന്ന് കിട്ടി. കഴിഞ്ഞില്ലേ മോനെ, ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ. ഞാൻ അവിടെ വിളിച്ചു പറ, എല്ലാ ദിവസവും വന്ന് ഞാൻ ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർക്ക് പോലും എന്നോട് ഒരു സഹതാപം തോന്നുവാണ്. എന്നോടൊന്ന് അവിടെ ആ ബ്യൂറോയിലോ അല്ലെങ്കിൽ മുകളിലത്തെ സ്ഥലത്തോ മോനൊന്ന് വിളിച്ചു പറ. എല്ലാ ദിവസവും കഴിഞ്ഞ് 25 ദിവസവും വന്നിട്ട് പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ ഇതേ ചോദ്യം ചോദിക്കണം. ഇതേ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ എന്നോട് എൻ്റെ സഹപ്രവർത്തകർക്ക് വരെ വില കുറവ് തോന്നുന്നു എന്ന് മോനൊന്ന് വിളിച്ചു പറ. അവിടെയൊക്കെ നല്ല മാർജിനിൽ ആര് വിലയിരുത്തി. അവിടെയൊക്കെ നല്ല ഉഗ്രം പ്രചരണമായിരുന്നു. എന്തായി പറഞ്ഞത്, ഷിയാസിൻ്റെ അവിടെ പ്രചരണം പാളാണ്. നിങ്ങൾക്കറിയാൻ പാടില്ല ഷിയാസിന്. നമ്മൾ എറണാകുളത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി. അയാളുടെ പ്രചരണം ഇവിടെ പാടുന്നത്. അയാൾക്ക് അതൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. അയാൾ 10 പേരുടെ ജോലി എടുക്കുന്ന ആളാണ്. 10 പേരുടെ ജോലി ഒരുമിച്ചെടുക്കുന്ന ആളാണ്. പിന്നെ അയാൾ അവിടെ ചെല്ലുന്നത് തന്നെ അവിടെ വലിയ ആവേശമാണ്. ആ DCC പ്രസിഡന്റ് അവിടെ ചെല്ലുന്നത് തന്നെ ഭയങ്കര ആവേശമാണ് കൊച്ചിയിൽ. നിങ്ങൾ കൊച്ചി 23,000 വോട്ടിന് ഒരു കാര്യമുണ്ട്. 23,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം CPM ജയിച്ച സീറ്റിലാണ് ഞങ്ങളുടെ DCC പ്രസിഡന്റ് പോയി മത്സരിച്ചത്. ആലോചിച്ചോളാം. സിറ്റിംഗ് MLA 23,000 വോട്ടിന് ജയിച്ച സീറ്റിൽ പോയിട്ടാണ് ഞങ്ങളുടെ DCC. ആരെങ്കിലും പറഞ്ഞു വിടുമല്ലേ ഇത്. ഞങ്ങളുടെ DCC പ്രസിഡന്റ് നേരിട്ട് പോയി മത്സരിച്ചു. റിസൾട്ട് ഒരു നോക്കി. നഗരങ്ങളിലെ വലിയ വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. എറണാകുളത്ത് മാത്രം 11% വോട്ട് വീതം കൂടിയിട്ടുണ്ട്. അത് കുറെ SIR-ന്റെ ഇത് കൂടി ഉണ്ട് അതിൻ്റെ അകത്ത് ഫാക്ട്. കാരണം മരിച്ചവരുടെ പേരുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ഇതിന്റെ കൂടി വ്യത്യാസമുണ്ട്. നഗരങ്ങളിലൊക്കെ വോട്ട് എല്ലായിടത്തും. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, നഗരങ്ങളിലും ഗ്രാമങ്ങളിലും UDF തരംഗം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു. ഒരേപോലെ ഉണ്ട്. സാധാരണ അത് അങ്ങനെ ഉണ്ടാകാറില്ല. ഇതല്ല, നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉണ്ട്. ആ ട്രെൻഡ് ഉണ്ട് എല്ലായിടത്തും. പോണം, ക്ഷീണമൊക്കെ മാറണം. അപ്പൊ ശരിയാണ്. ഇനി 4-ാം തീയതി കഴിഞ്ഞിട്ട് കാണാം. 4-ാം തീയതി കാണാം.